സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരുടെയും ദൈവത്തിനോടൊപ്പമായിരിക്കും ഒരിക്കൽ കൂടി ലഭിച്ച അതിഥിയോട് സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. പ്രത്യേക ഇത്രയും പ്രിയപ്പെട്ടവര് വ്യാജീകരിക്കുകയാണ്. കർത്താവ് ദൈവത്തെ തന്നിരിക്കുന്ന വലിയ ആത്മീയ താല്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മാറും. പ്രത്യേക രീതിയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാരെ പ്രത്യേകം ഓർക്കുന്നു. എന്നൊക്കെ ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർണദാസന്മാരായിരുന്ന റോയ് ജോർജ്, സൈമൺ ചാക്കോ, ജോൺസ് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഇതിനു മുമ്പ് അതുമായി വചനത്തിൽ കൂടി കാര്യങ്ങളെ അറിയിച്ച കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും വളരെ അഭിമാനിക്കുന്ന അതുപോലെ അവിടെയായിരിക്കുന്ന സാമു മറ്റും പ്രിയപ്പെട്ടവർ. കർണാടക സ്റ്റേറ്റിൽ നിന്ന് IPC കർണാടക സ്റ്റേറ്റിന്റെ ജോയിന്റ് സെക്രട്ടറിയായി ദീർഘനാളുകളായി സേവനമനുഷ്ഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരു കുടുംബമായിട്ട് നമ്മുടെ പാട്ടുപാടി ഇപ്പോൾ പാട്ടുപാടി സ്ഥിതിയുടെ പേരൻസാണ്. കഴിഞ്ഞ ദിവസം ഒരു യൂസിലേക്ക് കടന്നു പോയിട്ട് നമ്മുടെ യാത്ര നാട്ടിലേക്ക് പോകുന്ന യാത്രയിൽ ഇന്ന് ഓർത്തെടുക്കുന്നു. പ്രത്യേക പ്രിയപ്പെട്ട ഗ്രാജുവേഷനുമായിട്ടുള്ള ബന്ധത്തിലാണ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് യോജിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ പ്രസംഗം പ്രസംഗിക്കാനല്ല നിങ്ങളുടെ മധ്യയിൽ ഞാനായിരിക്കും. അതിനുള്ള സമയമില്ല എന്റെ മുമ്പിൽ. അതിലൂടെ ഭാഗം വായിക്കുന്നു. അപ്പോസ്തലരുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യേശു അവരോട് എന്നെ അനുഗ്രഹിക്കുകയും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. Come, follow me, Jesus said. I will make you fishers of men. ഗലീല കടൽപ്പുറത്ത് ശിമോൻ പത്രോസും അന്ത്രയോസും കടലില് ഇങ്ങനെ വല വീശി നടക്കുന്ന കണ്ട് യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിപ്പി, ഇതുവരെ നിങ്ങൾ മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടിരുന്നു. അത് മുഖ്യവരാണ്. ദീർഘനാളുകളായി അവരുടെ തൊഴിലാണ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അതിനുശേഷം മറ്റു രണ്ടുപേരോടും യാക്കോബിനോടും യോഹന്നാനോടും ഇത് തന്നെ ഞാൻ ഓർപ്പിക്കുന്നത്, അവരോട് മാത്രമല്ല, ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന നമ്മോട്, ഇവിടെ ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാണ്. അനേകരെ ദൈവരാജ്യത്തിലേക്ക് നേടുവാൻ, അനേകരെ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവോട് പറഞ്ഞത്, എന്നെ അനുഗമിപ്പി, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് പലർക്കും മനുഷ്യരെ പിടിക്കുവാൻ കഴിയാത്തത്? വാസ്തവമായി പറഞ്ഞാൽ അവിടെ അതിന്റെ ആൻസർ അവിടെ തന്നെയുണ്ട്. എന്നെ അനുഗമിച്ചാൽ, വാസ്തവമായി കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മനുഷ്യരെ പിടിക്കുവാൻ കഴിയൂ. യഥാർത്ഥമായി യേശുവിനെ അനുഗമിക്കുവാൻ കഴിയും. പലർക്കും കർത്താവിനെ യഥാർത്ഥമായി അനുഗമിക്കുവാൻ കഴിയില്ല. ആഗ്രഹമുണ്ട് മനുഷ്യരെ പിടിക്കണം, വിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യണം, അനേകരെ ദൈവരാജ്യത്തിലേക്ക് നേടുവാൻ ആഗ്രഹമുണ്ടേ എങ്കിലും സാധിക്കാത്തത് യഥാർത്ഥമായി അനുഗമിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്രകാരം ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഡയോജനീസ് എന്ന പേരുള്ള ഒരു തത്വചിന്ത സംഭവമാണ്. നട്ടുച്ചയ്ക്ക് കത്തിച്ച റാന്തൽ വിളക്കുമായി ഏതൻസിന്റെ തെരുവിലൂടെ നടക്കുമായി. അദ്ദേഹത്തോട് പലരും ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഈ നട്ടുച്ചയ്ക്ക് ഈ കത്തിച്ച് പിടിച്ച റാന്തൽ വിളക്കുമായി ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നല്ല മനുഷ്യനെ കണ്ടെത്തുവാൻ. വളരെ നാളുകളായി, ദീർഘ വർഷങ്ങളായി അദ്ദേഹം അന്വേഷിക്കുന്നത് ഒരു നല്ല വ്യക്തി, ഒരു നല്ല മനുഷ്യനെ കണ്ടെത്തുക. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിപ്പി,
നമ്മെ ഒരു തികഞ്ഞ ആത്മീയരായി കാണുവാൻ ലോകം ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. തികച്ചും മാതൃകയുള്ളൊരു ജീവിതം നയിപ്പാൻ, തികച്ചും വിശ്വസ്തയോടെ ആയിരിക്കാൻ, അത് കേവലം പ്രസംഗത്തിലൂടെ അല്ല, പ്രവൃത്തിയിലൂടെ അത് കാണിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും വലിയ ആഗ്രഹത്തോടെയാണ് ബൈബിൾ കോളേജിൽ പഠിക്കുവാനോ അതിന് ശേഷമുള്ള കാര്യങ്ങളിൽ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യണം, ചിലത് പ്രവർത്തിക്കണം, ചിലരെ ദൈവരാജ്യത്തിലേക്ക് നേടുവാൻ ഇതെല്ലാം ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ഉപരിയായി നാം എങ്ങനെയുള്ളവരാണ്? സാക്ഷ്യമുള്ളവരായി വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ, വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയണം. 12-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ദാവീദ് നിലവിളിക്കുകയാണ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോയിരിക്കുന്ന ഒരു കാലയളവിൽ, ഒരു തലമുറയിലാണ് നാം ആയിരിക്കുന്നത്. ഞാനൊരു കാര്യം ഓർമ്മിക്കട്ടെ, അങ്ങനെയുള്ള തലമുറയുടെ നടുവിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ, സത്യസന്ധതയോടുകൂടെ നിൽക്കുവാൻ, ആത്മാർത്ഥതയോടുകൂടെ നിൽക്കുവാൻ കർത്താവ് നമുക്ക് കഴിവ് നൽകണം. ഉൽപ്പത്തി പുസ്തകത്തിൽ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തില് 41-ാം അധ്യായത്തിൽ 38-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഒരു രാജാവ് ഒരു ഭൃത്യനോട് ചോദിക്കുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ മറ്റൊരു വ്യക്തിയെ കണ്ടുകിട്ടുമോ? നമുക്കറിയാം, പണ്ഡിതരെ കിട്ടും, ഒരു പ്രശ്നവും ഒരു പ്രയാസവും. അനേക പ്രസംഗകരെ കിട്ടും, അനേക എഴുത്തുകാരെ കിട്ടും, അനേക മിടുക്കന്മാരെ കിട്ടും, അനേക ശക്തന്മാരെ കിട്ടും. എന്നാൽ ഇതല്പ പ്രയാസമാണ്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ മറ്റൊരുവരെ കണ്ടുകിട്ടും. രാജാവ് ചോദിക്കുന്ന ചോദ്യം അത് അന്ന് മാത്രമല്ല, ഇന്നും വളരെ പ്രസക്തമാണ്. ദൈവാത്മാവുള്ള ഈ പ്രിയപ്പെട്ടവളെ പോലെ മറ്റൊരുവളെ കിട്ടുമോ? ദൈവാത്മാവുള്ള ഈ വ്യക്തിയെ പോലെ മറ്റൊരുവരെ കണ്ടുകിട്ടുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അഭിഷേകമുള്ളവരെ, ദൈവാത്മാവുള്ളവരെ, അവരെ എന്ത് ചെയ്യുവാൻ കഴിയും? നമുക്കറിയാം. ജോസഫിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അതെങ്ങനെയുള്ളവരെ, അഭിഷേകമുള്ളവരെ, ദൈവാത്മാവുള്ളവരെ ഒരുപക്ഷെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുവാൻ കഴിഞ്ഞെന്നിരിക്കും, ജയിലിൽ അടയ്ക്കുവാൻ കഴിഞ്ഞെന്നിരിക്കും, അവരുടെ ഉടുപ്പൂരി മാറ്റുവാൻ കഴിഞ്ഞെന്നിരിക്കും, അവരെ കുറിച്ച് അപമാനിച്ചെന്നിരിക്കും, അവരുടെ ശുശ്രൂഷയെ അപമാനിച്ചു എന്ന് പറയാം, അങ്ങനെയൊക്കെ വന്നെന്നിരിക്കാം. അവരെ കാരാഗ്രഹത്തിൽ അടച്ചു എന്നിരിക്കും, അവരെ കുറിച്ച് മറ്റില്ലാത്തത് പല കാര്യങ്ങൾ പലതും പറഞ്ഞു എന്നിരിക്കാം. എന്നാൽ അഭിഷേകമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പലതും എഴുതുവാൻ കഴിയും. നല്ലൊരു കാര്യം ഓർമ്മിക്കട്ടെ, നീതി വെളിപ്പെടുന്ന ദിവസമുണ്ട്. അഭിഷേകമുള്ളവരെ അന്ന് മാത്രമല്ല ഇന്നും അന്വേഷിക്കുന്നു, ദൈവം അന്വേഷിക്കുന്നു, ദൈവസഭ അന്വേഷിക്കുന്നു, ലോകം അന്വേഷിക്കുന്നു. അഭിഷേകമുള്ള ദൈവാത്മാവുള്ള ഈ വ്യക്തിയെ പോലെ മറ്റൊരുവരെ കണ്ടുകിട്ടുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെ ഒരു പേര് നമുക്ക് ലഭിക്കണം. അഭിഷേകമുള്ള ദൈവാത്മാവുള്ള അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, ഈ വ്യക്തിയെ പോലെ, ഈ പ്രിയപ്പെട്ടവനെ പോലെ മറ്റൊരാളെ കണ്ടുകിട്ടുമോ എന്നുള്ള ചോദ്യം അന്ന് മാത്രമല്ല ഇന്നും ദൈവസഭയിൽ പ്രസക്തമാണ്, ദൈവമക്കളുടെ ഇടയിൽ പ്രസക്തമാണ്. അതിന്റെ തന്നെ 39-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനെ കണ്ടു. എന്നുവെച്ചാൽ പൃഥ്വിപേറിനൊരു കാര്യം മനസ്സിലായി, ദൈവം അവനോടുകൂടെ ഉണ്ട്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം ഓർമ്മിക്കട്ടെ, നമ്മെക്കുറിച്ച് ലോകത്തിന് മനസ്സിലാകണം, ദൈവം അവനോടുകൂടെയുണ്ട്. കാരണം അവന്റെ വാക്ക്, അവന്റെ നടപ്പ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം, ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയണം, ദൈവം ഇവനോടുകൂടിയുണ്ട്. നാം ഒരു ഡിഫറന്റ് ആയിരിക്കണം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. ലോകം നമ്മെ കാണുമ്പോൾ, നമ്മെ വീക്ഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കണം, വാസ്തവത്തിൽ ജീവിക്കുന്ന ദൈവം അവനോടുകൂടി ഇവനോടുകൂടെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം ദേശത്ത് പാർക്കുമ്പോൾ,
ദേശത്ത് പാർത്ത് വിശ്വസ്തതയെ ആചരിക്കണമെന്ന് ദൈവത്തിന്റെ ഭയം ചെയ്തിരിക്കണം. ദേശത്ത് പാർക്കുമ്പോൾ, ഔദ്യോഗിക മണ്ഡലത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയണം, വാസ്തവത്തിൽ ഇവൻ ദൈവ സാന്നിധ്യം നിറഞ്ഞൊരു വ്യക്തിയാണ്, ദൈവം അവനോടുകൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പക്ഷെ ദൈവസഭയിലേക്ക് കടന്നു പോകും, പാട്ടുപാടും, പ്രാർത്ഥിക്കും, അന്യഭാഷ പറഞ്ഞെന്നിരിക്കും, പലതും പറഞ്ഞെന്നിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, അത് പോരാ. ജീവിതം മറ്റുള്ളവർ കാണട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കുന്നത്, ഒരുപക്ഷെ ശക്തമായി അന്യഭാഷ പറഞ്ഞെന്നിരിക്കും, ശക്തമായി പാട്ട് പാടിയെന്നിരിക്കും, വലിയ പ്രസംഗം പ്രസംഗിച്ചെന്നിരിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതം മറ്റുള്ളവർ ഈ ദിവസങ്ങളിൽ കാണട്ടെ. അതിന്റെ 39-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഏറ്റവും വലിയ സന്തോഷം തോന്നി. സകലവും വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ കഴിയണം. ഈ യോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, പ്രത്യേകം പറഞ്ഞിരിക്കുന്ന, തനിക്കുള്ളത് മുഴുവനും അവനെ ഏൽപ്പിച്ച് സകലവും വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ കഴിയണം. നമ്മെ എന്താണ് നമ്മെ ഏൽപ്പിക്കാത്തത്? യോസഫിനെ ഏൽപ്പിക്കാത്തത് ചിലത് ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, എന്താണ് എന്നെ ഏൽപ്പിച്ചത്, എന്താണ് എന്നെ ഏൽപ്പിക്കാത്തത്? ഭവനത്തിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാത്ത ചിലതുണ്ടെന്ന് തിരിച്ചറിയണം. പാപത്തെ പാപമായിട്ട് നമുക്ക് കാണുവാൻ കഴിയണം. പാപത്തെ പാപമായി കാണുവാൻ കഴിയണം. സകലതും വിശ്വസിച്ച് ഏൽപ്പിച്ചു എങ്കിലും ചിലത് അവനെ ഏൽപ്പിച്ചില്ല എന്നുള്ളത് അവൻ വളരെ വ്യക്തമായി മനസ്സിലാക്കി. പാപത്തെ പാപമായിട്ട് കാണുവാൻ കഴിയണം. ശിക്ഷ കിട്ടി, അതിന്റെ വലിയ ശിക്ഷ അവന് കിട്ടി, സാരമില്ല. കാരാഗ്രഹ പ്രമാണി അവനെ മറന്നുപോയി, അതും സാരമില്ല. ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ, ദൈവം അവനെ മറന്നില്ല. ഏറ്റവും ഉന്നതനാക്കി നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എന്റെ ദൈവാത്മാവുള്ളൊരു ഒരു വ്യക്തിയാക്കി മാറ്റണമേ. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടത്, അഭിഷേകമുള്ള ദൈവാത്മാവുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദാവീദിന്റെ നിലവിളിയുടെ മുമ്പിൽ യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്ന വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നുവെന്ന് ഈ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് നിൽക്കുവാൻ, ഞാൻ ആയിരിക്കുന്ന മണ്ഡലത്തിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. കേവലം പ്രസംഗം മാത്രം പോരാ, നമുക്ക് വാസ്തവമായി നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് വരച്ചു കാട്ടുവാൻ കഴിയണം. ഒരിക്കലും ഇങ്ങനെ ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്, തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഒരു ട്രെയിൻ വന്ന് നിർത്തി. പെട്ടെന്ന് ട്രെയിൻ വന്ന് നിർത്തിയപ്പോൾ അനേക ആൾക്കാർ ഇറങ്ങി വരുന്നു, അനേക ആൾക്കാർ അതിലേക്ക് കയറുവാൻ വേണ്ടി പെട്ടെന്ന് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു സ്വാധീനമില്ലാത്ത വികലാംഗനായ ഒരു വ്യക്തി ഒരു കൂടെ ഓറഞ്ചിന്റെ ഒരു ബോക്സ്, ഒരു കൂടെ ഓറഞ്ചുമായി നിൽക്കുവാൻ നിൽക്കുന്ന അങ്ങനെ പോകുന്ന ആ പ്ലാറ്റ്ഫോമിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിന്റെ തിരക്കിൽ പെട്ടെന്ന് ഈ ഓറഞ്ചിന്റെ കൂടെ തട്ടി അത് മുഴുവൻ പ്ലാറ്റ്ഫോം മുഴുവൻ. ഇവിടെ നോക്കിയപ്പോൾ ഓറഞ്ച് അവിടെ നിന്ന് പ്ലാറ്റ്ഫോം മുഴുവൻ ഒഴുകി നടക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ പ്രയാസം തോന്നി. കാരണം അദ്ദേഹത്തിന് സ്വാധീനമില്ല, വികലാംഗനായിട്ടുള്ള വ്യക്തി, അത് വിറ്റിട്ട് വേണം ഒരു ദിവസത്തെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് തന്റെ ഭവനത്തിന്റെ സകല കാര്യങ്ങൾ വളരെ ഭാരത്തോടെ. ഇതൊന്നും കാണുവാൻ ആർക്കും സമയമില്ല. കാരണം ഓറഞ്ചിന്റെ മുകളിൽ കൂടെ ചവിട്ടിക്കൊണ്ട് അതിനെ ഓടുന്നു, ആൾക്കാർ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. പെട്ടെന്ന് ഒരു വ്യക്തി കടന്നു വന്ന് അവിടെ വന്ന് നിന്ന് ഓടി വന്ന് തനിക്കാകുന്നതിന്റെ പരമാവധി പെട്ടെന്ന് ആ പ്ലാറ്റ്ഫോമിൽ ഓടി നടന്ന് എല്ലാ ഓറഞ്ചും ശേഖരിച്ച് കോടതിയിലേക്ക് കൊണ്ടുവച്ച് അവന്റെ അടുത്തേക്ക് ചെന്ന് സാരമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അതിലേക്ക് ആക്കിയിട്ട് അപ്പോഴത്തേക്ക് ട്രെയിൻ വിടുവാൻ വേണ്ടി ഇപ്പോൾ വളരെ വേഗത്തിൽ ട്രെയിനിലേക്ക് അദ്ദേഹം ഓടി. അദ്ദേഹം ഈ വ്യക്തി അവിടെ നിന്നോട് വെച്ച് പറഞ്ഞു, ഒരു നിമിഷം ഒന്ന് നിൽക്കണം, ഒരു നിമിഷം നിൽക്കണം. താങ്കളാണോ യേശു ക്രിസ്തു? യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ കേട്ടിട്ടുണ്ട്, യേശു എങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇന്നുവരെ ഇങ്ങനെ ഒരു സംഭവം നേരിട്ട് കാണുവാൻ കഴിഞ്ഞില്ല. ഈ വ്യക്തി അവിടെ നിന്നുകൊണ്ട് കൈ അടിച്ചുകൊണ്ട് വിളിച്ചു കാണിച്ചു. ആ ട്രെയിനിലേക്ക് ചാടിക്കേറുന്ന വ്യക്തിയോട് ചോദിച്ചു, ഒരു മിനിറ്റ് നിന്നിട്ട് പോകണം, താങ്കളാണോ യഥാർത്ഥമായ യേശു ക്രിസ്തു? രാത്രി ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതം മാതൃകയുള്ളതായിരിക്കണം.
മറ്റുള്ളവർ നമ്മെ കണ്ടുകൊണ്ട് നമ്മിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം. നമ്മുടെ മാതൃക കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് അനേകം യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ കഴിയണം. D.L. മോഡി എന്ന കർത്താവിന്റെ ദാസൻ ഒരിക്കൽ പ്രകാരം പറഞ്ഞു, വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം ഒരു വിശുദ്ധനായി ജീവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധിയെക്കുറിച്ച് ആർക്കും പ്രസംഗിക്കുവാൻ കഴിയും, എന്നാൽ അതിനേക്കാൾ ഏറ്റവും ഉപരിയായി ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലുത്. നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോടായി അവരോട് കർത്തൃ പ്രാർത്ഥനയെന്ന് നാം പറയാറുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിച്ചു. അതിനകത്തൊരു ഭാഗം ഇങ്ങനെയാണ്: നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. എന്താണ് അതിന്റെ അർത്ഥം? നിന്റെ നാമം, ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമം, ദൈവമേ വിശുദ്ധീകരിക്കപ്പെട്ട പ്രാർത്ഥനയുടെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവമേ ഞാൻ മുഖാന്തരം അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കണം, അങ്ങയുടെ നാമം ദുഷിക്കരുത് എന്ന് രാത്രി നാം ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. കർത്താവിനെ ഞാൻ മുഖാന്തരം, ഞങ്ങളുടെ തലമുറ മുഖാന്തരം അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. മാത്രമല്ല അവരെന്നിരിക്കുന്ന നിന്റെ രാജ്യം വരയണമേ എന്നൊരു വ്യക്തി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ രാജ്യം പോയേ മതിയാവും. നാം ആയിരിക്കുന്ന നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് അതിനൊരു വ്യത്യാസം ഉണ്ടായാലും നമ്മുടെ രാജ്യം പോയാൽ മാത്രമേ ദൈവമേ നിന്റെ രാജ്യം വരയണമേ എന്ന് നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതാണ് സുവിശേഷം അതിന്റെ 5-ാം അധ്യായത്തില് അതിന്റെ 16 വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതി നമുക്കറിയാം, അത് വായിക്കണ്ട. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നാം വെളിച്ചമാണെങ്കിൽ നാം പ്രകാശിക്കണം. പ്രകാശിച്ചാൽ മാത്രം പോരാ. എന്റെ 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ സ്വർഗ്ഗത്തിനാവുന്ന പിതാവിനെ മറക്കപ്പെടുവാൻ കഴിയും. ഞാൻ അവസാനിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഗ്രാജുവേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട്, മറ്റുള്ളവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ നല്ല പ്രവൃത്തികൾ സ്വർഗ്ഗത്തിനാവുന്ന ദൈവത്തെ മറക്കപ്പെടുവാൻ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള പറയാറുള്ള ഒരു കാര്യമാണ്. അബ്രഹാമിന് 12-ാം അധ്യായത്തിൽ 6 പ്രധാന അനുഗ്രഹങ്ങൾ അബ്രഹാമിന് നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം, നീ ഒരു വലിയ ജാതിയാകും, നിന്റെ പേര് വലുതാക്കും. അതിനേക്കാളൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് അബ്രഹാമിന്റെ കൊടുത്താലും മതി, അബ്രഹാമേ നീ ഒരനുഗ്രഹമായി. ഇന്ന് രാത്രി നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഞാനൊരു അനുഗ്രഹമായി മറ്റുള്ളവർക്ക്, എന്റെ സഭയിലുള്ളവർക്ക്, എന്റെ കുടുംബത്തിലുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമായി മാറണമേ, ഞാനൊരു അനുഗ്രഹമായി മാറണമേ. വീണ്ടും ഞാൻ ഓർമ്മിച്ചത് കേവലം പ്രസംഗം മാത്രമല്ല, പ്രവൃത്തിയിലൂടെ നമ്മുടെ കർത്താവിനെ വരച്ചു കാട്ടുവാൻ കഴിയുമെങ്കിൽ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗ്രഹിപ്പി, ഞാൻ നിങ്ങളുടെ മനുഷ്യരെ പിടിക്കുന്നവരാകാം. ഈ ദിവസങ്ങൾ ദൈവത്തെ നാം പ്രാർത്ഥിക്കേണ്ട, കർത്താവേ എന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കണമെങ്കിൽ വാസ്തവമായി അങ്ങേ അനുഗ്രഹിക്കണം. ദൈവത്തെ യഥാർത്ഥമായി അനുഗ്രഹിപ്പാൻ കർത്താവ് അതിനുവേണ്ടി നമ്മെ ഒരുക്കട്ടെ. നമ്മുടെ തീം യാഗമായി തീരുക. ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടി അധികം ഒരുക്കണം. ഒരു യാഗമാക്കി എന്നെ മാറ്റണം. ദൈവത്തെ അനുഗ്രഹിപ്പാൻ, യേശുവിനെ യഥാർത്ഥമായി അനുഗ്രഹിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഗ്രാജുവേറ്റ് ചെയ്ത പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.